നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. പത്തനംതിട്ട വലഞ്ചുടിയിൽ അച്ഛൻ കോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട 15 വയസ്സുകാരി മരിച്ചു. അഴൂർ സ്വദേശി ആവണിയാണ് മരിച്ചത്. പുഴയിൽ നിന്ന് കണ്ടെത്തിയ കുട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഉന്മേഷ്, ആഴൂർ സ്വദേശി ആവണിയുടെ മൃതദേഹമാണ് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ പെൺകുട്ടി വീണ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തുകയും അച്ചൻകോവിൽ ആറിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് 15-കാരി ആവണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ പെൺകുട്ടി പുഴയിലേക്ക് ചാടി എന്നൊരു വിവരം പോലീസിനുണ്ട്. പക്ഷെ പോലീസ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നില്ല. ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ ചാടിയതാണോ എന്ന് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. ഒപ്പം ഈ പുഴയിലേക്ക് വീണ രണ്ടുപേരെ എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഏതെങ്കിലും സ്വാഭാവികതയുണ്ടോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വിവാദങ്ങൾക്കിടെ എമ്പുരാൻ 200 കോടി ക്ലബിൽ. ചിത്രത്തിലെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കയറുമ്പോഴാണ് നേട്ടം. നായകൻ മോഹൻലാലും സംവിധായകൻ പൃഥ്വിരാജുമാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. നേരത്തെ 48 മണിക്കൂറിലാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. അതേസമയം എമ്പുരാന് പിന്തുണയുമായി ഫെഫ്ക രംഗത്തെത്തി. സംവിധായകനും നടനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ദൗർഭാഗ്യകരവും പ്രതിഷേധാത്മകവും എന്നാണ് ഫെഫ്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ജമ്മു കശ്മീരിലെ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ എന്ന വാർത്ത വരുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടന്നു വരികയായിരുന്നല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉമേഷ്, കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ കത്വയിൽ സൈനിക നടപടി, ഭീകര വിരുദ്ധ നടപടി പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 23 മുതൽ ആരംഭിച്ചതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. അതിനിടയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും 2 ഭീകരരെ വധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഈ കത്വയിലെ ജുത്താന മേഖലയിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതിൽ 3 ഭീകരരെ സേന വളഞ്ഞതായുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ സുരക്ഷാ സേനയുടെ നടപടി അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമേഷ്, അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് കാണാതായ വേദവ്യാസ സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി. ബീഹാർ സ്വദേശിയെ പുണയിൽ നിന്നാണ് കേരള പോലീസ് കണ്ടെത്തിയത്. പുണെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു കുട്ടി. 2 ദിവസം മുൻപാണ് ജോലിക്ക് കയറിയത്. നാളെ രാവിലെ കുട്ടിയുമായി പോലീസ് സംഘം പുറപ്പെടും. മാർച്ച് 24-നാണ് കുട്ടിയെ കാണാതായത്. കുട്ടി പുണയിലേക്ക് ട്രെയിൻ കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അക്രമത്തിന് ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര. ജനഹൃദയങ്ങൾ കീഴടക്കിയ SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, GTech Computer Education, Milma, New Rajasthan Marbles. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ ആദ്യഘട്ട പര്യടനത്തിന് തൃശൂരിൽ പരിസമാപ്തി. 15 ദിവസം കൊണ്ട് 8 ജില്ലകൾ പൂർത്തിയാക്കിയാണ് യാത്ര അവസാനിച്ചത്. 2ാം ഘട്ട യാത്ര ഏപ്രിൽ 6-ന് മലപ്പുറത്ത് നിന്ന് ആരംഭിക്കും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ SKN40 കേരള യാത്ര 15 ദിവസം പൂർത്തിയാക്കുമ്പോൾ 10,000-ങ്ങളാണ് പിന്തുണയുമായി ഒപ്പം ചേർന്നത്.
വളരെ സന്തോഷം. നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദി, നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. അപ്പോൾ നമ്മുടെ യാത്രയിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെന്നാണ് ഈ സ്വീകരണം കാണിക്കുന്നത്. എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ലഹരിക്കെതിരെ ഉറച്ച ശബ്ദം. തൃശൂർ കൊരട്ടിയിൽ നിന്ന് ആരംഭിച്ച ഇന്നത്തെ പര്യടനം തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സമാപിച്ചു. കലാലയങ്ങളും ദേവാലയങ്ങളും കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചു. ലഹരി വേണ്ടേ വേണ്ട, ലഹരി വേണ്ടേ വേണ്ട. ശരിക്കും ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ ഒരു വേദി സാറിനൊപ്പം പങ്കിടാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് തന്നെ ഇത് മാറുകയാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ നടന്ന സമാപന യോഗത്തിൽ മുൻ MP TN പ്രതാപൻ, CC മുകുന്ദൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾ ഈ കളിസ്ഥലങ്ങളെല്ലാം തുറന്നു കൊടുക്കണം. കളിയാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. പുസ്തകം എഴുതുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. സാഹിത്യമാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. അധ്യാപകരെ ബഹുമാനിക്കുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. വളർത്തുദോഷം കൊണ്ടും കുട്ടികൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവരുടെ ചിന്ത പോകാൻ സാധ്യതയുണ്ട്. എല്ലാ സ്നേഹതീരത്തെത്തിയ ആളുകളുടെയും മനസ്സ് ഈ ഒരു സാമൂഹ്യ പ്രശ്നത്തെ തുറക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മുറിക്കുക. ഏപ്രിൽ 6-ന് കേരള യാത്രയുടെ 2ാം ഘട്ട പര്യടനത്തിന് തുടക്കമാകും. 24 തൃശൂർ. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. കാസർഗോഡ് കുമ്പളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കഞ്ചാവ് കേസിലെ പ്രതിയുടെ കുത്തേറ്റു. ബംബ്രാണം സ്വദേശി അബ്ദുൾ ബാസിദിനെ പിടികൂടുമ്പോഴാണ് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത്, രാജേഷ് എന്നിവർക്ക് കുത്തേറ്റത്. ഇരുവരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024 കാസർഗോഡ് നഗരത്തിൽ വെച്ച് 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ 4ാം പ്രതിയാണ് അബ്ദുൾ ബാസിദ്. കേസിൽ പ്രതി ചേർത്തതോടെ ഇയാൾ ഒളിവിൽ പോയി. ഇന്ന് കുമ്പളയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ബംബ്രാണയിലെ വീട്ടിൽ പ്രതി എത്തിയെന്ന വിവരം എക്സൈസ് നാർക്കോട്ടിക് സംഘത്തിന് ലഭിച്ചു. ഇതോടെയാണ് എക്സൈസ് സംഘം അബ്ദുൾ ബാസിദിന്റെ വീട്ടിലെത്തിയത്. ബംബ്രാണയിലുള്ള ടിയാന്റെ വീട്ടിൽ ടിയാൻ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോൾ ഈ അബ്ദുൾ ബാസിദ് എന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കമ്പി കൊണ്ട് പ്രജിത്തിന്റെ കഴുത്തിലേക്ക് കുത്തുകയും ആഴത്തിൽ മുറിവേൽക്കുകയും അതുപോലെ ചുണ്ടിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷിന്റെ കൈക്ക് ഇരുമ്പ് തണ്ടുകൊണ്ട് ആക്രമിക്കുകയും കാലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയ്ക്കിടെ അബ്ദുൾ ബാസിദ് അക്രമാസക്തനായി. കമ്പി ഉപയോഗിച്ച് എക്സൈസ് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായ പ്രജിത് KR, രാജേഷ് P എന്നിവരെ ആക്രമിച്ചു. പ്രജിത്തിന് കഴുത്തിലും രാജേഷിന് കൈക്കുമാണ് പരിക്കേറ്റത്. ഇരുവരെയും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ കുമ്പള പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. 24 കാസർഗോഡ്. തിരുവനന്തപുരം കാഞ്ഞിരംകുളം പുല്ലുവിളിയിൽ MDMA-യുമായി 2 പേർ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെയാണ് 12 ഗ്രാം MDMA പിടികൂടിയത്. വിഴിഞ്ഞം സ്വദേശികളായ ജൂഡ്, സൂസ-ടീമ എന്നിവരാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. പ്രതികൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സംഘത്തിലെ പ്രധാനികളാണെന്ന് പോലീസ് അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചും തല മുണ്ടനം ചെയ്തും പ്രതിഷേധം കടുപ്പിച്ച ആശാ വർക്കേഴ്സ്. രാപകൽ സമരത്തിന്റെ 50ാം നാളിലായിരുന്നു മുടിമുറിച്ചുള്ള പ്രതിഷേധം. സമരത്തിന്റെ 50ാം ദിനം സമരപ്പന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു. മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി 100-ലധികം ആശമാർ. മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. പിന്നീട് മാലയായി കോർത്ത് സമരപ്പന്തലിന് മുന്നിൽ തൂക്കി. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി മുടിമുറിച്ചു. BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ S. നായർ ഉൾപ്പെടെയുള്ളവരും സമരപ്പന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു.
അതിനിടെ ആശമാരുടെ സമരത്തെ വിമർശിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രംഗത്തെത്തി. ആശമാർ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും മുറിച്ച മുടി അവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. മന്ത്രി കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസത്തോടുള്ള സമരസമിതിയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. KCBCക്ക് പിന്നാലെ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണയുമായി ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതിയും. നിലവിലുള്ള വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമെന്ന CBCയുടെ പ്രസ്താവന കത്തോലിക്ക സഭാ നിലപാടിന് കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. വഖഫ് ബില്ലിൽ സമവായത്തിനായി KCBCയുമായി ചർച്ച നടത്തുകയാണെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള MPമാരോട് KCBCയുടെ ആഹ്വാനം. ഇതിന് പിന്നാലെയാണ് CBCയും നിലപാട് വ്യക്തമാക്കിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ജനപ്രതിനിധികൾ ക്രിയാത്മക നിലപാട് സ്വീകരിക്കണമെന്ന് ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമപരമായ ഭേദഗതിയിലൂടെയേ ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും CBCI. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവും സ്വാഗതം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നുണപ്രചാരണം നടത്തരുതെന്ന് किरण रिजिजू. हाथ जोड़ करके सबको कहता हूं कि आप अगर बिल का विरोध करना है तो तर्क रख करके आप विरोध कीजिए. कौन सा प्रावधान को आप विरोध करते हैं बताइए, और ये भी बताइए कि गैर संवैधानिक कैसे है वो भी बताइए. ऐसे झूठ बात फैलाने से तो होगा नहीं. അതേസമയം KCBCയുമായി നല്ല ബന്ധമാണെന്നും സമവായത്തിനായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കി. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതി ബില്ലും കൂട്ടിക്കലർത്തരുതെന്ന് രാജ്യസഭാ MP ഹാരിസ് ബീരാൻ. മുനമ്പം ഇഷ്യൂവിൽ അതിൻ്റേതായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവും ഇതുമായിട്ട് കൂട്ടിക്കലർത്താതെ ഈ വഖഫ് ബില്ലിൽ വന്നിരിക്കുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വവും KCBCയുമായുള്ള ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും പ്രതികരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിച്ച വഖഫ് ബിൽ ഭേദഗതികളോടെ പാർലമെന്റിന്റെ ഈ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. 24 ഡൽഹി, തിരുവനന്തപുരം. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭ അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ. വൈകുതിച്ച വിവേകമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ വാർത്താക്കുറിപ്പിലൂടെയുള്ള പ്രതികരണം. ചർച്ചയാകാം എന്ന നിലപാടിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം അറിയിച്ചു. സഭയെ നിയമ പോരാട്ടത്തിലേക്ക് വലിച്ചിട്ടത് യാക്കോബായ വിഭാഗമാണ്. നിയമം അനുസരിച്ചാൽ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കുമെന്നും സമാധാനത്തിലേക്ക് കടക്കാനുള്ള ആദ്യ പടി നിയമം അംഗീകരിക്കുന്നതാണെന്നും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി കേന്ദ്ര സർക്കാർ പ്രശംസയുമായി ഡോക്ടർ ശശി തരൂർ MP. കോവിഡ് കാലത്തെ ഇന്ത്യയുടെ വാക്സിൻ നയത്തെ പിന്തുണച്ചാണ് ഇംഗ്ലീഷ് വാരികയിൽ ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം. പരസ്യപ്രസ്താവനകൾ പാടില്ലെന്ന AICC നിർദ്ദേശം നിലനിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന് വീണ്ടും ശശി തരൂരിന്റെ പ്രശംസ. കോവിഡ് കാലത്തെ വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. ഇന്ത്യയുടെ വാക്സിൻ കയറ്റുമതി ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെട്ടു. 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി, സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ സുഹൃത്തായി മാറിയെന്നും ഡോക്ടർ ശശി തരൂർ MP. ദി വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചിരിക്കുന്നത്. ശശി തരൂരിനും പല കോൺഗ്രസ് നേതാക്കൾക്കും മനംമാറ്റമുണ്ടായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റു രാജ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ സഹായം നൽകുന്നുവെന്ന സത്യം കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്നു. എന്നാലിപ്പോൾ കോൺഗ്രസും സർക്കാർ നിലപാട് അംഗീകരിച്ചുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. 24 ഡൽഹി. കണ്ണൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPIM പ്രവർത്തകരുടെ ആഘോഷം. പറമ്പായിൽ കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായ കലശ ഘോഷയാത്രയിലാണ് മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികൾ ഉപയോഗിച്ചത്. AKGയുടെയും EMSന്റെയും പേരു പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവഗാനങ്ങൾക്കുമൊപ്പം കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും. CPIM ശക്തികേന്ദ്രമായ പ്രദേശത്ത് നടന്ന കലശഘോഷയാത്രക്കിടെയായിരുന്നു ആഘോഷം. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 8 പേരുടെ ചിത്രങ്ങളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്.
സമീപകാലത്ത് കണ്ണൂർ ജില്ലയിലെ ഉത്സവങ്ങളിൽ CPIഎമ്മും BJPയും ചേരിതിരിഞ്ഞ് ശക്തിപ്രകടനം നടത്തുന്നത് പതിവായിട്ടുണ്ട്. പലയിടങ്ങളിലും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. എന്നാൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷം ഇതാദ്യമായാണ്. 24 കണ്ണൂർ. നാരങ്ങാനത്തെ ഓഫീസിൽ തുടരാൻ തയ്യാറാണെന്ന് പത്തനംതിട്ടയിൽ CPIഎം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ്. ചൊവ്വാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കാനാണ് ജോസഫ് ജോർജിന്റെ തീരുമാനം. CPIഎം ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ ഭീഷണി ഫോൺ വിളി. പിന്നീടുണ്ടായ അജ്ഞാത വധഭീഷണി വിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് ജോസഫ് ജോർജ് നാരങ്ങാനത്ത് തിരിച്ചെത്തുന്നത്. അണികളിൽ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ഏരിയ സെക്രട്ടറി MV സഞ്ജു ഉറപ്പു നൽകിയെന്ന് ജോസഫ് ജോർജ് പറഞ്ഞു. ജില്ലാ കളക്ടർക്ക് നൽകിയ സ്ഥലം മാറ്റ അപേക്ഷ പുനഃപരിശോധിക്കാൻ അഭ്യർത്ഥിക്കുമെന്നും ജോസഫ് ജോർജ്. സെറ്റിൽമെന്റ് വന്ന സ്ഥിതിക്ക് തൽക്കാലം അത് പരിഗണിക്കേണ്ട, നിങ്ങൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അല്ല, എനിക്കെതിരെ ഭീഷണിയും കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഉറപ്പ് അവരുടെ ഭാഗത്തുനിന്ന്, സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് നേരിട്ട് സഞ്ജുവിനെ വിളിച്ചിരുന്നു. സഞ്ജുവിനെ വിളിച്ച കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചു. കാരണം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവില്ല എന്നൊരു വാക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടി. നികുതി കുടിശ്ശിക ചോദിച്ചതിന് ഓഫീസിൽ കയറി വെട്ടുമെന്ന ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ ഭീഷണി വിവാദമായിരുന്നു. ഭീഷണിക്ക് പിന്നാലെ വില്ലേജ് ഓഫീസർ ജോസഫ് ജോർജ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനെന്നായിരുന്നു CPIഎം ആരോപണം. 24 പത്തനംതിട്ട. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഇസ്ലാം മതവിശ്വാസികൾ. വിശുദ്ധിയുടെ പുണ്യം നുകർന്ന് നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷം. രാവിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഒരു മാസം നീണ്ട പ്രാർത്ഥനകളിലൂടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് ഇന്ന് ചെറിയ പെരുന്നാളിന്റെ മധുരം നുകരുകയാണ് വിശ്വാസികൾ. രാവിലെ മുതൽ പ്രാർത്ഥനകളിൽ മുഴുകി. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന സന്ദേശം. പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടാനും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. M അഹമ്മദ് കുട്ടി മദനി നേതൃത്വം നൽകി. എറണാകുളം കലൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച ഈദ്ഗാഹ് കലൂർ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ISM സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പിടിക്കൽ നേതൃത്വം നൽകി. പാണക്കാട് ജുമാ മസ്ജിദിലെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം പാണക്കാട് തങ്ങൾ ഗൃഹസന്ദർശനം നടത്തി. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബന്ധുവീടുകളിലൊക്കെ പോയിട്ട് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോ പെരുന്നാളിലും അത് തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വീട്ടുകാരൊക്കെ വരും, അവരൊക്കെ പരസ്പരം സൗഹൃദം പങ്കുവെക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അതൊക്കെ തന്നെയാണ്. ഇങ്ങനെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നന്മയൊതുന്ന ചെറിയ പെരുന്നാളിനെ ആഘോഷമാക്കുകയാണ് നാടെങ്ങും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മലപ്പുറം. ഇവിടെ 24 പൂർത്തിയാവുകയാണ്. നമസ്കാരം.